അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വേർഡ്പ്രസിൻ്റെ ഒരു വീഡിയോ തന്നെയാണ്. വേർഡ്പ്രസിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു വർഷത്തിൽ കൂടുതലായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ആഴ്ചയിൽ 3 ദിവസങ്ങളിലായിരിക്കും നമ്മുടെ വീഡിയോകൾ നോർമലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്ന് തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച. ഈ 3 ദിവസങ്ങളിൽ വൈകുന്നേരം 5:30 നമ്മൾ ഇനി മുതൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മൾ ഓൾറെഡി വേർഡ്പ്രസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ലോക്കലി ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ പോസ്റ്റ് ഡിസൈൻ ചെയ്യാം, എങ്ങനെ നമുക്കൊരു കോൺടാക്ട് ഫോം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസുകൾ ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തത് കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോക്കലി വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അത് നമ്മൾ കൂടെയുള്ള ചില കൂട്ടുകാർക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായി അത് തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ച് സ്റ്റെപ്പ് അത് കൂടുതലായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു വീഡിയോ തന്നെയാണ്. ഇത് അത്ര സ്റ്റെപ്പൊന്നും ഇല്ലാതെ ഏറ്റവും എളുപ്പം ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ എടുക്കാനായിട്ട് സാധിക്കും, അതും ലോക്കലി. അപ്പം അത് എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മളിന്ന് നോക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ബിറ്റ്നാമി വേർഡ്പ്രസ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം ആണെങ്കിൽ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബിറ്റ്നാമി വേർഡ്പ്രസ് എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു റിസൾട്ട് ആയിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഈ ഒരു റിസൾട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനൊരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ നിന്നും നമുക്ക് വിൻഡോസ് ആണോ, മാക് ആണോ, ലിനക്സ് ആണോ എന്നെല്ലാം ചോദിക്കും. ഇപ്പം മാക് ആണെങ്കിൽ മാക് ബേസ് ചെയ്തിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യുക. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് ബേസ് ചെയ്തിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ വിൻഡോസ് ആണ്, അതുകൊണ്ട് വിൻഡോസ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 218 MB ആണ് ഇതിൻ്റെ ഫയൽ സൈസായിട്ട് വരുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഡൗൺലോഡിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നോക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ക്രിയേറ്റ് അഡ്മിൻ അക്കൗണ്ട്. ഇവിടെ നമ്മൾ പേരെന്താണെന്ന് വെച്ചാൽ ഒരു പേര് ഇവിടെ കൊടുക്കുക. ഞാനിവിടെ പേര് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ഇമെയിൽ ID കൊടുക്കുക. ഞാനിവിടെ ഒരു ഇമെയിൽ ID കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം ഈ 2 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. അതായത് ലോഗിൻ ഐഡിയും ദെൻ പാസ്വേഡ് നമ്മൾ മറക്കരുത്. ഈ ഒരു ഐഡിയും പാസ്വേഡും വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ വേർഡ്പ്രസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കയറുന്നത്. ഞാനിപ്പം യൂസറിന് തന്നെയാണ് ഐഡി ആയിട്ട് കൊടുക്കുന്നത്. പാസ്വേഡ് ഞാൻ 1 2 3 4 5 6 പാസ്വേഡ് നിങ്ങൾക്ക് എന്താണോ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. ആ പാസ്വേഡ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മുടെ ബ്ലോഗിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ആ പേര് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ പേര് ഇപ്പോൾ കൊടുക്കുകയാണ്. TECHWINGSYS എന്നാണ് ഞാനിവിടെ പേര് കൊടുത്തിട്ടുള്ള ബ്ലോഗ് നെയിം. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. then നെക്സ്റ്റ് കൊടുക്കുക. ഇത് നമുക്ക് നോർമലി ഇൻസ്റ്റാൾ ചെയ്ത് വരാനായിട്ട് ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് വരെ എടുക്കാറുണ്ട്. അത് ഓരോ സിസ്റ്റത്തിൻ്റെ നമ്മുടെ പവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ടൈം നോർമലി വരുന്നത്. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 5-ൽ കൂടുതലോ ചിലപ്പോൾ സമയം എടുത്തെന്ന് വരാം. ഇനി ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ മാത്രമാണ് നമുക്കിനി ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫിനിഷ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. ഇനി URL അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക localhost/wordpress. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പോർട്ട് നമ്പർ ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തതെങ്കിൽ, അതായത് ഇപ്പം 81 or 82 അങ്ങനെയൊക്കെയാണ് അവിടെ വന്നതെങ്കിൽ ലോക്കൽ ഹോസ്റ്റിന് ശേഷം 81 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് വർക്ക് ആകത്തുള്ളൂ. ഇപ്പോൾ ഇത് റണ്ണായിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്ത പേര് TECHWINGSYS എന്നായിരുന്നു നമ്മൾ ബ്ലോഗിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് അതിങ്ങനെ വന്നിട്ടുള്ളത്. ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ഹെലോ വേർഡ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. തന്നെ ഒരു മെനൂസ് ഉണ്ട്, സാമ്പിൾ പേജ് എന്ന് പറഞ്ഞൊരു മെനു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലോഗിൻ ചെയ്ത് കയറാം. തൊട്ട് താഴെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്നത് പ്രസ് ചെയ്യുക. നമ്മളവിടെ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് ക്രിയേഷൻ്റെ സമയത്ത് കൊടുത്തിട്ടുള്ള യൂസർ നെയിമും ദെൻ പാസ്വേഡുമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ഇപ്പോൾ കൊടുത്തു. അങ്ങനെ ഡാഷ്ബോർഡ് ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡായിട്ട് വരുന്നത്.
കാരണം ഇത് നമ്മൾ ഒറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. വേറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്ന കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബിറ്റ്നാമി വേർഡ്പ്രസ് എന്ന ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ നേരത്ത് നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡ് നമ്മൾ കൊടുക്കണം. ആ യൂസർ ഐ ഡിയും പാസ്വേഡ് നമ്മൾ ഒരിക്കലും മറക്കരുത്. ദെൻ അതിനുശേഷം ഇതിൻ്റെ പോർട്ട് നമ്പർ നോർമലി 80 ആയിരിക്കും വരുന്നത്. ഇനി അതല്ല എങ്കിൽ 81 or 82 നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി 81 ആണ് കൊടുത്തതെങ്കിൽ നമ്മുടെ URLൻ്റെ അവിടെ ലോക്കൽ ഹോസ്റ്റ് 81/WordPress എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇത് വർക്ക് ആകുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ 80 ഡിഫോൾട്ട് ആയിട്ടുള്ള പോർട്ട് നമ്പർ ആണെങ്കിൽ ലോക്കൽ ഹോസ്റ്റ്/WordPress എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇത് വർക്കാകും. അതിനുശേഷം നമ്മുടെ ഒരു വെബ്സൈറ്റ് നമുക്കിവിടെ കാണണമെങ്കിൽ വിസിറ്റ് വെബ്സൈറ്റ് കൊടുത്തിട്ട് നമുക്ക് സൈറ്റ് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പോസ്റ്റുകൾ നമുക്ക് നോക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പം ഈ ഒരു പോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, ഹെലോ വേർഡ് എന്ന പോസ്റ്റ് മാത്രമേ ഇപ്പം വരുന്നുള്ളൂ. ദെൻ നമുക്ക് പേജ് നോക്കാം. പേജ് സാമ്പിൾ പേജ് എന്ന് പറയുന്ന ഒരു പേജാണ് നോർമലി വരുന്നത്. സാമ്പിൾ പേജ്, ദെൻ പ്രൈവസി പോളിസി എന്ന ഈ 2 പേജുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ വേർഡ്പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മുൻപ് കാണിച്ചിട്ടുള്ള ഒരു മെത്തേഡല്ല നമ്മൾ ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഫസ്റ്റിലത്തെ ആ ഒരു മെത്തേഡ് കാണാത്തവർ ഈ ഐക്കൻ്റെ അവിടെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ദിവസത്തെ വീഡിയോകളിൽ നമ്മൾ എങ്ങനെ മെനൂസുകൾ അറേഞ്ച് ചെയ്യാമെന്നുള്ള വീഡിയോസ് തൊട്ടടുത്തതായിട്ട് ഇനി വരുന്നത്, എങ്ങനെ നമുക്ക് ഏറ്റവും നല്ല ടെംപ്ലേറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെ പ്ലഗിൻസുകൾ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു എൻക്വയറി ഫോംസുകൾ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് കണക്ട് ചെയ്യാം, എങ്ങനെ ഗൂഗിൾ കൺസോൾ കണക്ട് ചെയ്യാം, ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും ഇനി വരുന്ന വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, നമ്മൾ വേർഡ്പ്രസിൻ്റെ വീഡിയോസുകൾ കണ്ടിട്ട് വരുന്ന സംശയങ്ങളിൽ ഒന്നാണ് വെബ്സൈറ്റ് ചെയ്യുമോ, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങൾ. നമ്മൾ നോർമലി വെബ്സൈറ്റുകൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻറ്റേൺഷിപ്പുകൾ നോക്കുന്നുണ്ടെങ്കിൽ അതിനും ബന്ധപ്പെടാൻ സാധിക്കും. അതിൻ്റെ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങിലാണെങ്കിൽ ജാവ, PHP, വെബ് ഡിസൈനിങ്, ആൻഡ്രോയിഡ്, ദെൻ പൈത്തൺ, ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. അതും പ്ലേസ്മെൻറ്റ് സപ്പോർട്ടോട് കൂടിയായിരിക്കും കിട്ടുന്നത്. അത് നമ്മുടെ തന്നെ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വഴിയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ നോർമലി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പം പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു കാര്യം നിങ്ങൾക്ക് പിന്നെയും കണ്ടുമുട്ടാം.